നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു വലിയൊരു തിരിച്ചുവരവായിരുന്നു CBI 5ാം സീരീസിലൂടെ നമ്മൾ കണ്ടത്. എന്നാൽ ജഗതിയെ വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തിക്കുകയാണ് അരുൺ ചന്തു എന്ന് പറയുന്ന ഡയറക്ടർ. വലിയൊരു താരനിര എത്തുന്ന ഈ ഒരു സിനിമയിൽ ഗോകുൽ സുരേഷ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഈ ഒരു സിനിമ ഒരു എക്സ്പെരിമെൻ്റ് സിനിമയായിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുണ്ട്. കാരണം ജഗതിയെ കാണാൻ കാത്തിരിക്കുന്ന, ജഗതിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വല. നമുക്ക് ഈ സിനിമയുടെ ഒരു ഇൻട്രോ വീഡിയോ വന്നിട്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ജഗതിനെ എങ്ങനെയാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമുക്ക് നേരെ ആ വീഡിയോ കാണാം. നമ്മുടെ അറിവ് പരിമിതമാണ്, നമുക്കറിയാത്തത് അനന്തവും. അറിവിൻ്റെ കാര്യത്തിൽ ഇന്ന് നാം നിൽക്കുന്നത് ഒരു ചെറുദ്വീപിലാണ്. അതിനു ചുറ്റും അനന്തമായ ഒരു സമുദ്രമുണ്ട്. ഇനി വരുന്ന ഓരോ തലമുറയുടെയും കടമ ഈ ദ്വീപിലേക്ക് കൂടുതൽ കരയെ ചേർക്കുകയും അതുവഴി നമ്മുടെ അറിവിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതുമാണ്. മൈ കോസ്മിക് തിരക്കിലാണോ? നല്ല വെയിലുണ്ടപ്പ, എനിക്ക് പുറത്തേക്ക് പോകണം. താര എവിടെയും പോകുന്നില്ല. വേണ്ട, അരുത്. അത് വെയിലല്ല താര, ഇരുട്ടാണ്. പ്രൊഫസർ അമ്പിളിയായിട്ട് വീണ്ടും
നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ വല എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ്. എനിക്കിത് കാണുമ്പം ഒരു എക്സ്പെരിമെൻ്റൽ സിനിമ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എന്തായാലും മേക്കിങ്ങും അതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും എനിക്ക് ജഗതിയുടെ ഒരു സൗണ്ട് അല്ല, ഒറിജിനൽ സൗണ്ട് അല്ല. എനിക്ക് പക്ഷേ അപ്പം ഡബ് ആയിരിക്കും ഇതിനകത്ത് വരുന്നതെന്നാണ് തോന്നുന്നത്. സിനിമ നന്നായിരിക്കും എന്നാണ് ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത്. സിനിമ നന്നായിരിക്കട്ടെ, ജഗതിയെ വീണ്ടും ഒരിക്കൽ കൂടെ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അപ്പം സിനിമ കണ്ടതിനെ കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും